കൊല്ലം പത്തനാപുരം കുണ്ടയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽക്കുളത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്ന് പരാതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനുള്ള കേന്ദ്രത്തിലാണ് ഈ അതിക്രമം. സ്ഥലം MLA-യും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കായി നീന്തൽ പരിശീലനം നടത്തിവരികയാണ്. ഈ വേനലവധിക്കാലത്ത് മാത്രമായി 1500-അധികം കുട്ടികളെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിശീലകരില്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ ചാടിക്കടന്നുമെത്തുന്ന സാമൂഹിക വിരുദ്ധർ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ അവധിക്കാലത്ത് മാത്രം 12-ലധികം പൂട്ടുകൾ തകർത്തു, ഇരുമ്പ് വല തകർത്തു, മോട്ടറുകളും പൈപ്പുകളും വൈദ്യുതി ലൈറ്റുകളും കുളത്തിലെ വെള്ളവും നശിപ്പിച്ചു എന്നാണ് പരാതി. ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അത് നശിപ്പിക്കുക മാത്രമല്ല, ഞാൻ ഈ ഒരു മാസത്തിനിടെ 7 പൂട്ടാണ് മേടിച്ചത്. ഈ പൂട്ട് തകർക്കുക, ഗ്രില്ല് തകർക്കുക, ലൈറ്റുകൾ അടിച്ചു പൊട്ടിക്കുക, മോട്ടോർ തകരാറാക്കുക, പൈപ്പുകൾ തകരാറാക്കുക, പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് പോവുക, ഇതിനകത്ത് മൂത്രം ഒഴിച്ച് വെക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, മദ്യപാനം, അതുപോലെ എന്തൊക്കെയാണെന്നറിയാം. ഇപ്പോഴത്തെ മയക്കുമരുന്ന് നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വിലയില്ല. പോലീസ് പരാതിപ്പെട്ട് കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ കാരണം. പക്ഷേ പോലീസ് ഇതുവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓർത്തെങ്കിലും അവരൊന്നും വന്ന് നോക്കാറ്, പക്ഷെ അവർ വന്നിട്ടില്ല. ഇതിന് സമീപമാണ് കുണ്ടയം അംഗനവാടി പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നു. മിക്ക ദിവസങ്ങളിലും അംഗനവാടിയിലും നീന്തൽക്കുളത്തിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നീന്തൽ അറിയാത്തവർ പരിശീലകരില്ലാത്ത സമയങ്ങളിൽ കുളത്തിലിറങ്ങി അപകടം വരാനും സാധ്യതയേറെയാണ്. ഈ കേന്ദ്രം നശിപ്പിച്ചതിനെതിരെ അധികൃതർ പത്തനാപുരം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ വർഷവും സമാന സ്ഥിതി ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.